ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ആരെങ്കിലും ഒരാള് സമ്മറി എഴുതാൻ പറഞ്ഞു. അത് ന്യൂസ് ആർട്ടിക്കിളിന്റെ സമ്മറി ആയിക്കോട്ടെ, നമ്മളുടെ പാഠപുസ്തകത്തിലെ ആ ഒരു പാഠത്തിന്റെ സമ്മറി ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലത്തെ സമ്മറി ഒക്കെ നമുക്ക് എങ്ങനെ വെറും സെക്കൻഡ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് ആണ് summary.com. സമ്മറി എന്ന് പറയുമ്പോൾ SUMMARY അല്ല, SMMRY ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു കഴിയുമ്പം നമുക്കിതാ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ സമ്മറൈസ് മൈ ടെക്സ്റ്റിൻ എത്ര സെന്റൻസ് ആണ് കൊടുക്കാൻ സാധിക്കും, അപ്ലോഡ് എ ഫയലിന്റെ ഓർ പേസ്റ്റ് എ URL ഹിയർ എന്നും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ സെറ്റിംഗ്സും സമ്മറൈസും ആണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബോക്സിൽ നമ്മൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫുള്ള് ടെക്സ്റ്റും നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇതിവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഫുള്ള് ഞാൻ എന്താ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു വലിയൊരു പാരഗ്രാഫാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാ വലിയ പാരഗ്രാഫാണ്. അപ്പം ഇതിന്റെ സമ്മറിയാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്ലോഡ് എ ഫയലും ഓർ പേസ്റ്റ് എ URL ഹിയർ, ഈ രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ലോഡ് എ ഫയൽ എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ടെക്സ്റ്റ് ഫയൽ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്താലും അതിന്റെ സമ്മറി ഇത് സമ്മറൈസ് ചെയ്ത് തരുന്നതാണ്. ഇനി ഓർ പേസ്റ്റ് എ URL ഹിയർ ഉണ്ട്, അതായത് നമ്മളുടെ ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാർത്തകൾ ആയിക്കോട്ടെ, അപ്പം അതുപോലത്തെ പല ടെക്സ്റ്റും എല്ലാം നമുക്ക് കോപ്പി ചെയ്ത് അതിന്റെ സമ്മറി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു URL ഇവിടെ, ആ ഒരു വെബ്സൈറ്റിന്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ അതൊന്നും പ്രത്യേകിച്ച് നോക്കുന്നില്ല. ഇനി അടുത്തത് നമുക്ക് സമ്മറൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന്റെ നമ്പർ കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ദിസ് ഈസ് എ 7 സെന്റൻസ് സമ്മറി ഓഫ് ദ ടെക്സ്റ്റ് യു സബ്മിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 10 സെന്റൻസ് സമ്മറി ആണ് വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 10 എന്ന് കൊടുത്താൽ നമുക്ക് ഒരു 10 സെന്റൻസ് സമ്മറി ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ താഴെ റെഡ്യൂസ്ഡ് ബൈ എന്നുണ്ട്. ഈ ഒരു റെഡ്യൂസ്ഡ് ബൈ നമ്മൾ കുറച്ചാൽ, അതായത് 30 ആക്കിയാൽ സെന്റൻസിന്റെ എണ്ണം കൂടും. നമ്മൾ ഈ ഒരു 36 ആക്കിയാൽ % കൂട്ടിയാൽ സെന്റൻസിന്റെ സമ്മറി കുറയും. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു 51 എന്ന് കൊടുത്താൽ നമുക്കതൊരു 7 സെന്റൻസ് സമ്മറി ആവും. ഇവിടെ റെഡ്യൂസ്ഡ് ബൈ നമ്മൾ കുറയ്ക്കുമ്പോഴോ കൂട്ടുമ്പോഴോ എന്തെങ്കിലും ചെയ്താലും ക്യാരക്ടേഴ്സിന്റെ നമ്പറും മാറുന്നതാണ്. ഞാൻ നിങ്ങളെ മറ്റൊരു കാര്യം കൂടി കാണിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദിസ് ഈസ് എ 7 സെന്റൻസ് സമ്മറി ഓഫ് ദ ടെക്സ്റ്റ് യു സബ്മിറ്റഡ്. ഇപ്പോൾ ഇതിന്റെ ക്യാരക്ടേഴ്സ് 798 ആണ് ഉള്ളത്. നമ്മൾ അതിന് ഈ ഒരു ഗൂഗിൾ ഡോക്സ് എടുത്താലും ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ആ ഒരു ഫുൾ പാരഗ്രാഫാണ്, അതായത് സമ്മറൈസ് ചെയ്യാത്ത ഫുൾ പാരഗ്രാഫാണ് ഈ ഒരു ഗൂഗിൾ ഡോക്സിൽ ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ കാര്യം നമ്മൾ എടുത്താൽ നമുക്ക് ഇതിന്റെ ഫുള്ള് ക്യാരക്ടർ കൗണ്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് Ctrl+Shift+C ക്ലിക്ക് ചെയ്യാം. Ctrl+Shift+C ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇവിടെ വേർഡ് കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ ക്യാരക്ടേഴ്സ്, അതായത് ഈ ഒരു ഫുൾ പാരഗ്രാഫിന്റെ ക്യാരക്ടേഴ്സ് കാണാൻ സാധിക്കും. 1609 ക്യാരക്ടേഴ്സിനാണ് 798 ക്യാരക്ടേഴ്സിലോട്ട് സമ്മറൈസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.